സാധാരണ നിലക്കുള്ള ബാങ്ക് അത് സ്ത്രീകൾക്ക് കൊടുക്കൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞു. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പള്ളിയിലും സ്ത്രീകൾ ബാങ്ക് വിളിച്ചിട്ടില്ല. ഇരിക്കട്ടെ, എന്നാൽ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചുവട്ടിലുള്ള ബാങ്ക് അത് സ്ത്രീകൾക്കും കൊടുക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കന്യപുരുഷന്മാർ കേൾക്കുന്ന ബാങ്കല്ല, ചെറിയ കുട്ടി കേൾക്കുന്ന ബാങ്കാണ്. ആ കുട്ടി ബാങ്ക് കേട്ടതുകൊണ്ട് ഈ പെണ്ണിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന ബാങ്ക് സ്ത്രീകൾക്കും കൊടുക്കാം. ഈ ബാങ്കിൽ വിളിച്ചു പറയുന്ന വാചകം എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ല വലിയവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം ബറക്കത്തുള്ള ഉമിനീരോടുകൂടി അതാ മധുരം തൊട്ടുകൊടുത്തുകൊണ്ട് ആരംഭിക്കണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞുവെങ്കിലും ആ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതിനു മുമ്പ് ആത്മാവിന്റെ ഭക്ഷണം വിതരണം തുടങ്ങണം. ആ ആത്മാവിന്റെ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആദ്യമായി കുട്ടി കേൾക്കുന്നത് തന്നെ ആ കുട്ടിയെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ രാജാവ്, ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ സൂക്ഷിച്ചു വളർത്തിയ രാജാവ്, ആ ഗർഭപാത്രത്തിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം സ്പെഷ്യൽ കുഴലിലൂടെ ഉമ്മയുടെ രക്തത്തിലൂടെ നൽകിയ രാജാവ്, ആ രാജാവിന്റെ പേര് ആദ്യമായി കുട്ടി കേൾക്കണം. അല്ലാഹ്, അവനെക്കുറിച്ച് കുട്ടി കേൾക്കണം. അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഓ മുസ്ലിമീങ്ങളെ, ഇവിടെ നിങ്ങൾ ഓർക്കണം, ഈ കുട്ടിക്ക് ഒരൊറ്റ ഭാഷയും അറിയില്ല. കുട്ടി പുറത്തു വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ ആദ്യം കേൾക്കുന്നത് അറബി ഭാഷയാകണം. അത് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയാണ്. വലിസാനു അഹ്ലിൽ ജന്ന, അത് സ്വർഗക്കാര ഭാഷയാണ്. ആ ഭാഷയിൽ അവന്റെ കാതിൽ കൊടുത്തേക്കണം, കേൾപ്പിച്ചു കൊടുത്തേക്കണം. എന്താണ് കൊടുക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. അവിടുന്ന് തുടങ്ങി എല്ലാ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ദഅവത്ത് അദ്ദഅവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനമെന്ന് നമ്മളതാ ബാങ്കിന്റെ ശേഷമുള്ള ദുആയിൽ വിശേഷിപ്പിക്കുന്ന ദഅവത്ത്, അതാണ് ബാങ്ക്. അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. എല്ലാ ജനങ്ങളെയും ക്ഷണിക്കാനുള്ളത് ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. ആ ക്ഷണം നടത്തുന്നവനേക്കാൾ, ബാങ്ക് വിളിക്കുന്നവനേക്കാൾ, ഇൽമു പറയുന്നവനേക്കാൾ, അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവനേക്കാൾ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അവന്റെ ഖുർആൻ പാരായണത്തിലേക്ക്, അവന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക്, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, തങ്ങളെ സ്നേഹിക്കുന്നതിലേക്ക്, അങ്ങനെ അല്ലാഹുവിലേക്കും അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും മനുഷ്യനെ ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? ومن أحسن قولا ممن دعا إلى الله. അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അല്ലാഹുവിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. എങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കും? സംസാരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ നാവ് തന്നതും കഴിവ് തന്നതും അവൻ തന്നെ. കേൾക്കുന്ന നിങ്ങൾക്ക് കാത് തന്നതും കേൾവി തന്നതും അവൻ തന്നെ. കാണുന്ന നിങ്ങൾക്കും എനിക്കും നോക്കാൻ കണ്ണു തന്നതും കാഴ്ച തന്നതും അവൻ തന്നെ. ഇരിക്കാനും നിൽക്കാനും ആരോഗ്യം തന്നതും അവൻ തന്നെ.
ശരീരം സൃഷ്ടിച്ചതും അവൻ തന്നെ. അതേ, നമുക്ക് വെള്ളം തന്നതാരാണ്? ഭക്ഷണം തന്നതാരാണ്? ഓക്സിജൻ തന്നതാരാണ്? ആരോഗ്യം തന്നതാരാണ്? കാല് തന്നതാരാണ്? കൈ തന്നതാരാണ്? ചിന്ത തന്നതാരാണ്? ചിന്തിക്കാൻ ബുദ്ധി തന്നതാരാണ്? വയറ് തന്നതാരാണ്? വയറ്റിലുള്ളതെല്ലാം തന്നതാരാണ്? ശരീരത്തിന്റെ എല്ലാ വശങ്ങളും സൃഷ്ടിച്ചതാരാണ്? ചോദിക്കട്ടെ, അവൻ സൃഷ്ടിച്ച കണ്ണിനെത്രയാണ് വില? ആർക്കെങ്കിലും ഒരു കണ്ണുണ്ടാക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ഒരു കാതുണ്ടാക്കാൻ കഴിയുമോ? കിഡ്നിക്ക് രോഗമായിട്ട് കിഡ്നി മാറ്റിവെക്കുന്നത് കാണുന്നു. എന്തേ മെഡിക്കൽ കോളേജുകളിൽ കുറച്ച് കിഡ്നികൾ ഉണ്ടാക്കാൻ തുടങ്ങാത്തത്? എന്തേ ഹാർട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങാത്തത്? എന്തേ കണ്ണുകൾ നിർമ്മിക്കാൻ തുടങ്ങാത്തത്? പോകട്ടെ, രക്തം തീർന്നുപോയൊരു മനുഷ്യന് രക്തം കൊടുക്കേണ്ടി വന്നാൽ പോലും എല്ലാം കണ്ടുപിടിച്ച് ഈ ആധുനിക യുഗത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും ഒരാശുപത്രിയും രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയും കാണുന്നില്ലല്ലോ. ഒരു രക്തവും ഉണ്ടാക്കുന്ന സംവിധാനം കാണുന്നില്ലല്ലോ. അല്ലാഹു സൃഷ്ടിച്ച രക്തം എടുത്തു കൊടുക്കുകയല്ലാതെ, ചോദിക്കട്ടെ, റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ വിഷയം പറഞ്ഞാൽ അതുണ്ടോ? തീരുന്നു സഹോദരിമാരെ. അതിന്റെ അത്ഭുതങ്ങളുണ്ടോ? പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയുന്നു ചെറുപ്പക്കാരെ. എന്താണ് സ്വർണത്തിന് വില? 8 ഗ്രാം സ്വർണത്തിന് 13,000 ഉറുപ്പിക. അതേ സമയത്ത് 800 ഗ്രാമിന് പോകട്ടെ, 8 കിലോഗ്രാമിന് പോകട്ടെ, 80 കിലോ ഇരുമ്പിന് എത്രയാണ് വില? സുബ്ഹാനല്ലാഹ്. ഇരുമ്പിന് 8 ഗ്രാം സ്വർണത്തിന്റെ വിലയൊന്നും ഇല്ല. എന്താ കാരണം? വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണത്. സ്വർണം തീരെ മനുഷ്യന് ആവശ്യമില്ല. ആർക്കും എന്നോട് വെറുപ്പിടിക്കരുത്. സ്വർണം മനുഷ്യന്റെ ജീവിതത്തിന് തീരെ ആവശ്യമില്ല. എനിക്ക് 50 വയസ്സായി, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർണം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു തകരാറും പറ്റിയില്ല. അപ്പൊ ജീവിതത്തിന് സ്വർണം ആവശ്യമില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്റെ ഭാര്യ സ്വർണത്തിന്റെ ആഭരണം അണിയുന്നുണ്ട്, അതെനിക്ക് വേണ്ടി അണിയുകയാണ്, എനിക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവൾക്ക് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ അണിയേണ്ടത്. അങ്ങനെയല്ലേ? അപ്പൊ അത് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. അതുകൊണ്ട് സ്ത്രീകൾക്ക് പൊന്നു വാങ്ങിച്ചു കൊടുക്കേണ്ട പുരുഷന്മാരാണ്. സ്ത്രീകളോട് എനിക്ക് കുറെ പൊന്നു വേണമെന്ന് ആവശ്യപ്പെടലല്ല, അവൻ വാങ്ങിയങ്ങ് കൊടുക്കാൻ വേണ്ടി. ചില ആളുകളുണ്ട്, ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ വധുവായി വരുന്ന പെണ്ണിന്റെ ബാപ്പനോട് പറയും വാങ്ങി കൊടുക്കണം. അങ്ങനെയല്ല വേണ്ടത്, നിനക്ക് കണ്ട് ആസ്വദിക്കാനല്ലേ നീയാ വാങ്ങി കൊടുക്കേണ്ടത്. ധാരാളം ഭാര്യയായിട്ട് വരുന്ന പെണ്ണിന് ധാരാളം പൊന്നു വാങ്ങിച്ചു കൊടുക്കുക. ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്, ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ വിവാഹം കഴിച്ചാല് ആ വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്ന വരന്റെ സഹോദരിമാരും കുടുംബങ്ങളും ഉണ്ട്. അവർ വരുന്ന സമയത്ത് ഈ വധുവിന് ആവശ്യമായ ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവരും. ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ട്. ആ ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവരും, ഹെയർ പിന്നൊക്കെ അവർ കൊണ്ടുവരും. ഏതെങ്കിലും ഒരു സാധനം ബാപ്പാന്റെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പെങ്ങന്മാർക്ക് ദേഷ്യം വരും. അതൊന്നും പറ്റില്ല, ഞങ്ങൾ കൊണ്ടുവന്ന് തന്നെ ആയിരിക്കണം നിർബന്ധമാണ്. നല്ലൊരു അഭിപ്രായമാണത്. പക്ഷെ അത് പൊന്നിനും കൂടി അങ്ങനെ തന്നെ നിർബന്ധമാക്കണമെന്നൊരു അഭിപ്രായം ഇരിക്കുന്നുണ്ട്. പൊന്നും ബാപ്പ കൊടുത്തതായിരുന്നു, അതും ഇയാൾ കൊടുത്തയച്ചു തന്നെ ആയാൽ എത്ര ഭംഗിയായി. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ സഹോദരന്മാരെ.